ഓപ്പോ A3 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് സാധാരണ കാണുന്ന ഓപ്പോയുടെ ഫോണുകൾ പോലുള്ള ഒരു ഫോണല്ല. ബിൽഡ് ക്വാളിറ്റിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തു വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സാധാരണ ഓക്കിടെൽ, ക്യൂബോട്ട്, ഫോസിബോട്ട് ഇതുപോലുള്ള ചില ചൈനീസ് ബ്രാൻഡ്സ് ഒക്കെയാണ് ബിൽഡ് ക്വാളിറ്റിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഫോൺ ഇറക്കാറ്. പക്ഷേ ഇപ്പം ഓപ്പോ അതുപോലുള്ള ഒരു ഫോൺ ഇറക്കിയിരിക്കുകയാണ്, ഓപ്പോ A3 Pro. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ A3 Pro എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, മിലിറ്ററി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. പിന്നെ SGS ഗോൾഡ് ലേബൽ 5 സ്റ്റാർ ഡ്രോപ്പ് റെസിസ്റ്റൻസിൻ്റെ സർട്ടിഫിക്കേഷനും ഇതിൽ ലഭിച്ചിട്ടുണ്ട്. വീണാലൊന്നും അത്ര പെട്ടെന്ന് പൊട്ടില്ല. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫോണിൻ്റെ ബാക്കിൽ ക്രിസ്റ്റൽ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം, IP69 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. ഈവൻ പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ പോലും IP68 റേറ്റിംഗ് ആണ് വരുന്നത്. ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു IP റേറ്റിംഗ് വരുന്നുണ്ട്. അപ്പം അതും എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് 23,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പം ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ മികച്ച പ്രൊട്ടക്ഷനുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ കുറേ നല്ല സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു IP റേറ്റിംഗും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഫീച്ചേഴ്സും തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പം AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യം തന്നെയാണ്. പീക്ക് ബ്രൈറ്റ്നസ് 950 നിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 177 ഗ്രാമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓക്കിടെൽ, ഫോസിബോട്ട് ഇതുപോലുള്ള ബ്രാൻഡുകളുടെയൊക്കെ ഫോണുകളിൽ നല്ല IP റേറ്റിംഗും നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ വെയിറ്റും തിക്നെസ്സും വളരെ കൂടാറുണ്ട്. പക്ഷേ ഈ ഫോണിൽ അങ്ങനെയല്ല. 177 ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ തിക്നെസ് 7.53 mm വരുന്നുള്ളൂ. അപ്പം വെയിറ്റും തിക്നെസ്സൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7050 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. അപ്പോൾ തരക്കേടില്ലാത്തൊരു പ്രോസസ്സറും വരുന്നുണ്ട്. 5G സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റ് 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 512GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള കളർവോയ്സ് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 64 മെഗാ പിക്സലിൻ്റെ 1.7 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മെഗാ പിക്സൽ ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയെ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ അത്ര മികച്ചതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്യാമറ ടെസ്റ്റിംഗ് നടത്തിയിട്ടില്ല. ജസ്റ്റ് ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനെ പറ്റിയിട്ട് മാത്രമാണ് നമ്മൾ പറയുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ വരുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1999 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ, എടുത്തു പറയേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ മികച്ച ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അതാണ് ഹൈലൈറ്റ്. പിന്നെ ബാക്കി ഫീച്ചേഴ്സും വലിയ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് തന്നെയാണ്. നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറും പിന്നെ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ അത്ര ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ വലിയ തിരക്കേടില്ല. എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പം അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോണാണ് ഓപ്പോ A3 Pro എന്നൊക്കെ പറയാവുന്നതാണ്. ഇനി ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഓപ്പോ A3 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ മിക്കവാറും ഈ ഒരു ഫോൺ ഒരു ഓഫ്ലൈൻ ഫോണായിട്ടായിരിക്കും ലോഞ്ച് ചെയ്യുക. അപ്പോൾ 30,000 രൂപ പ്രൈസ് റേഞ്ചായിട്ട് വരെ ഈ ഫോണിൻ്റെ വില നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്.
എന്തായാലും ഓപ്പോ A3 Pro എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.